ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വിവിധ രാജ്യങ്ങളിലെ കലാകാരന്മാരുടെ സംഘം കലാമണ്ഡലം കാണാനെത്തി. 350ഓളം കലാകാരന്മാരുടെ സംഘത്തെ വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കലാമണ്ഡലം നീരജ് ചിട്ടപ്പെടുത്തിയ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന നോവലിന്റെ കഥകളി ആവിഷ്കാരവും പ്രദർശിപ്പിച്ചു. തൃശൂർ കാലിക്കറ്റ് സർവകലാശാല സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് സംഘം എത്തിയത്. നാടകപ്രവർത്തകർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. നാടക പ്രകടനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, ലെക്ചർ ഡെമോൺസ്ട്രേഷനുകൾ, അക്കാദമിക് അവതരണങ്ങൾ, പാനൽ ചർച്ചകൾ, സംവേദനാത്മക സെഷനുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ആഴ്ച നീളുന്ന പരിപാടി. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ ഇടപെടൽ എന്നിവയുടെ മാധ്യമമായി നാടകത്തെ സമീപിക്കുന്ന പുതിയ വഴികൾ അന്വേഷിക്കുകയാണ് ഉത്സവത്തിന്റെ ലക്ഷ്യമെന്ന് സ്കൂൾ ഡാമ ഡയറക്ടർ അഭിലാഷ് പിള്ള പറഞ്ഞു. ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് തിയേറ്റർ സ്കൂൾസിൻ്റെ 4th എഡിഷനാണിത്. ഈ എഡിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിയേറ്റർ ആൻഡ് ഹെൽത്താണ്. ഇത് ഓർഗനൈസ് ചെയ്യുന്ന ബേസിക്കലി സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ എല്ലാ കൊല്ലവും ആനുവലി നടക്കുന്ന ഒരു തിയേറ്റർ സ്കൂൾസിൻ്റെ ഫെസ്റ്റിവലാണ്. അതിൽ തിയേറ്റർ സ്കൂൾസും പെർഫോമൻസ് സ്കൂൾസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ലോകത്തിൽ നിന്നുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യയിൽ നിന്നുള്ള റിനൗണ്ടായ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിപ്പാർട്ട്മെൻറ്റ്സും തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാവരും കൂടി അവരുടെ സ്റ്റുഡൻസും ടീച്ചേഴ്സുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് മാത്രമല്ല, റിനൗണ്ടായ തിയേറ്റർ എഡ്യൂക്കേറ്റേഴ്സ് ഈ കൊല്ലം ഏകദേശം 30 തിയേറ്റർ എഡ്യൂക്കേറ്റേഴ്സ് ലോകത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ ഉണ്ട്. നമുക്ക് അവരെല്ലാവരും വർക്ക്ഷോപ്പ് എടുക്കും, ക്ലാസ്സസ് എടുക്കും, ലെക്ചർ സീരീസ് ഉണ്ടാവുമെന്ന് മാത്രമല്ല പാനൽ ഡിസ്കഷൻസ് ഉണ്ടാവും. എല്ലാം ഈ പ്രാവശ്യത്തെ റിലേറ്റഡ് തിയേറ്റർ ആൻഡ് ഹെൽത്ത് വെച്ചിട്ടാണ് എല്ലാ സംഗതികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ ഇതിൽ വീണ്ടും പ്രൊഡക്ഷൻസ്, പിന്നെ പെഡഗോജി ഡെമോൺസ്ട്രേഷൻസ്, ആ സ്കൂളിൽ എങ്ങനെയാണ് പെർഫോമൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പെഡഗോജി ഡെമോൺസ്ട്രേഷൻ, ഇതെല്ലാം ഈ ഫെസ്റ്റിവലിൽ നടക്കും. അതിൻ്റെ കൂടെ കൾച്ചറൽ പ്രോഗ്രാംസ്, ഇന്ത്യൻ ട്രഡീഷണൽ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാകും. എല്ലാം കൊല്ലം ഒരു ദിവസം ഇതിൽ കൾച്ചറൽ ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വയ്ക്കും. അതിൽ കൾച്ചറൽ ടൂറിലാണ് കലാമണ്ഡലത്തിൽ വരുന്നത്. കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു പെഡഗോജി മൊത്തം അതിൻ്റെ പെഡഗോജിയും പ്രോസസ്സും അറിയണം. ബിക്കോസ് ഈ ഫെസ്റ്റിവൽ ബേസിക്കലി പ്രോസസ്സ് ആൻഡ് പെഡഗോജിയുടെ ഒരു സെലിബ്രേഷനാണ്. കാർണിവൽ ഓഫ് പെഡഗോജി തിയേറ്റർ ആൻഡ് ഹെൽത്ത്, അങ്ങനെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പം ആ കാർണിവൽ ഓഫ് പെഡഗോജിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പെഡഗോജി കാലാകാലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്ന ഒരു പെഡഗോജി ഓഫ് ട്രെയിനിങ് ഇൻ പെർഫോമൻസ് കലാമണ്ഡലമാണ്. അതുകൊണ്ട് എല്ലാ കൊല്ലവും ഞങ്ങൾ കലാമണ്ഡലത്തിൽ വരും ഇതിൻ്റെ കൾച്ചറൽ ടൂറായിട്ട്. എന്നിട്ട് എല്ലാം ഈ വേൾഡ് റിനൗണ്ടായ എഡ്യൂക്കേറ്റേഴ്സും തിയേറ്റർ പ്രാക്ടീഷണേഴ്സും പിന്നെ തിയേറ്റർ ആർട്ടിസ്റ്റുകളും ടീച്ചേഴ്സും ഇവരെല്ലാവരും ഇത് വന്ന് കണ്ട്, പിന്നെ ഇവിടുത്തെ പെർഫോമൻസും ഇതെല്ലാം കണ്ട്, രാത്രി ഒരു പ്രൊഡക്ഷനും കണ്ട് കലാമണ്ഡലത്തിൽ. ഇന്ന് ഞങ്ങൾ ഓൾഡ് മാൻ ആൻഡ് ദ സീ ആണ് കാണാൻ പോകുന്നത്. ഇതെല്ലാം കണ്ട് പിന്നെ വീണ്ടും നാളെ തൊട്ട് വീണ്ടും അവിടെ പോയിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ വർക്ക്ഷോപ്പ് തുടങ്ങും. ഇങ്ങനെയാണ് ഇതിൻ്റെ മൊത്തം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.